ഹായ് ഫ്രണ്ട്സ്, SD ഇൻഡെക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിങ്കോഴി മുട്ടയെ ഞാനിന്ന് ഇൻക്യുബേറ്റർ ഉണ്ടാക്കി വിരിയിക്കുന്ന ഒരു വീഡിയോയാണ്. കരിങ്കോഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നത്തെ ട്രെൻഡിങ് ആണ്. കാരണം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കോഴി എന്ന് പറയുന്നത് കറുത്ത കോഴി എന്ന് പറയുന്നത് കരിങ്കോഴിയല്ല. കരിങ്കോഴി എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നും അതിൻ്റെ മീറ്റും കാലും കണ്ണും അതിൻ്റെ പൂവും എല്ലാം കറുത്ത കളറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒറിജിനൽ കരിങ്കോഴിയുടെ മുട്ട എൻ്റെ അടുത്ത് കരിങ്കോഴിയുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കരിങ്കോഴി കിട്ടിയിരുന്നു. അപ്പോൾ അത് കിട്ടാനുള്ള കാരണം, ഞാൻ കാടക്കോഴിയെ എനിക്കൊരു ഫാമുണ്ട്. അപ്പോൾ അത് കുഞ്ഞിനെ എടുത്ത സമയത്ത് എനിക്ക് 4 കുഞ്ഞിനെ കരിങ്കോഴിയെ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ മുട്ടയെടുത്ത് അത് ഇൻക്യുബേറ്റർ ഉണ്ടാക്കി നിങ്ങൾക്ക് വിരിയിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മൾ ഇനി അധികം പറയുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലോട്ടൊന്ന് പോവുകയാണ്. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഇത് W1209 എന്നാണ് എൻ്റെ മോഡൽ നമ്പറിൻ്റെ. ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതൊരു സാധനം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അഡാപ്റ്ററാണ്. 12 വോൾട്ടിൻ്റെ 2 ആമ്പിയർ ഒരു അഡാപ്റ്റർ. ഇത് ഈ ഭാഗത്തും 12 വോൾട്ട് ഈ ഭാഗത്തുമാണ്. ഇതിൽ ചുവപ്പ് വയർ പോസിറ്റീവ്, കറുപ്പ് വയർ നെഗറ്റീവ്. ഇതിന് പകരം നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ ഈ സൈസ് അഡാപ്റ്റർ ആയിരുന്നാലും നമുക്ക് പറ്റുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ സൈസ് സാധനം ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യിച്ചത്. ഇന്ന് വേണ്ടത് ഈ ഒരു ഫാനാണ്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഫാനാണ് ഈ സാധനം. ഇത് ഏതാണ്ട് 100 രൂപയ്ക്ക് പുറത്ത് വില വരുന്നതാണ്. ഇത് ഒരെണ്ണം വേണം. ഇന്ന് നമുക്ക് ഒരു 40 വോൾട്ട്സിൻ്റെ ഒരു ബൾബ്, പിന്നെ നമുക്ക് ഒരു ഹോൾഡർ, കുറച്ച് വയർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ അഡാപ്റ്റർ എടുത്ത് ഇത് നമ്മൾ 220 AC കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ DC കൊടുക്കുന്നതാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഞാനിവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് എടുക്കുന്നു. ഇത് നമ്മൾ ഫാനിൻ്റെ ചുവപ്പുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കറുപ്പുമായിട്ട് ടൈറ്റ് ചെയ്തു. ഇത് രണ്ടും നമ്മൾ വർക്ക് ചെയ്യിച്ചു. ഇനി നമ്മൾ തെർമോസ്റ്റാറ്റാണ്. തെർമോസ്റ്റാറ്റിനകത്ത് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ചുവപ്പ് ഭാഗം ഇതിൻ്റെ ഈ 12 വോൾട്ട് പോസിറ്റീവ് വയർ ഇവിടെയും നെഗറ്റീവ് വയർ ഇവിടെയും കൊടുക്കും. ഇനി നമ്മൾ ഇതിനകത്ത് ഒന്ന് വർക്ക് ചെയ്യിക്കാം. ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, തെർമോസ്റ്റാറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് ടൈമർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഞാൻ ഇലുമിനേറ്ററിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം. ഞാനിത് കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഓണായിട്ടുണ്ട്. ഇതാ നമുക്കിവിടെ കാണിക്കുന്ന 30 ഇവിടുത്തെ നമുക്ക് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഈ സെൻസറിൽ എത്രയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത്? ഈ സെൻസറിൻ്റെ അളവാണ് ഈ കാണുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇവിടെ 3 ബട്ടണുണ്ട്, 3 സ്വിച്ചുകളുണ്ട്. ഒന്ന് സെറ്റ്, പ്ലസ്, മൈനസ്, ഇങ്ങനെ 3 സ്വിച്ചിലാണ് നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കാണിച്ചേക്കുന്ന
വാല്യൂവിൽ അതിനെ സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്നതാണ്, ഈ ഫിഗർ ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് പ്ലസിലും മൈനസും കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് 37.4 കാണിക്കുന്നത്. ഈ വാല്യൂ മൈനസ് ആക്കും തോറും കുറഞ്ഞ് വരും. ഇത് കൂട്ടും തോറും കൂടി വരും. ഇപ്പോൾ അത് 5 ആയിട്ടുണ്ട്, 6 ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു മുട്ട വിരിയാനായിട്ട് ആവറേജ് അതിൻ്റെ പറയുന്നത് 37.5 ചൂടിലാണ് നമുക്ക് വിരിയുന്നത്. അപ്പോൾ അതിന് 37.5 നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് 37.5 സെറ്റായി. ഇനി നമ്മൾ ഈ ബ്ലിങ്കിങ് നിന്നതിന് ശേഷം അടുത്ത സെറ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു വാല്യൂ കാണിക്കും, P0. ഈ P0 എന്ന് മുതൽ P1 മുതൽ 8 വരെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. P8 വരെ ഉണ്ടോ, P8, P0 മുതൽ P8, 7, 6 കാണത്തുണ്ടല്ലോ, 6, 5, 4, 3, 2, 1. ഇതിൽ നമ്മൾ P0 ആണ് സെറ്റ് ചെയ്യേണ്ടത്. P0 സെറ്റ് ചെയ്യാനായിട്ട് സെറ്റ് എന്ന ബട്ടണിൽ അമർത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണിക്കുന്ന ഫിഗറാണ് H. ഇത് ഹോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് ഹോട്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മൈനസ് ആക്കുമ്പോൾ നമുക്കത് കോൾഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹോട്ടിനും കോൾഡിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഹോട്ടാണ് വേണ്ടത്. നമ്മൾ ഹോട്ട് സെറ്റ് ചെയ്തു. ഹോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം P1 എടുക്കണം. P1 ആണ് നമ്മളെടുത്തത്. P1 എടുത്തിട്ട് അതിനെ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ബട്ടണിൽ അമർത്തണം. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞത് 0.05 ആണ്. അപ്പോൾ ഈ 5 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എത്ര മിനിറ്റ് കഴിഞ്ഞാണ്, എത്ര സെക്കൻഡ് കഴിഞ്ഞാണ് അടുത്ത ബൾബ് ഓൺ ആവേണ്ടത് എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂവിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പ്ലസിലും മൈനസിലും കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഒരു 5 സെക്കൻഡൊക്കെ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 സെക്കൻഡിൽ നമുക്ക് അടുത്ത ബൾബ് വീണ്ടും ഓൺ ആവുന്നത്. അപ്പോൾ അതും P1 സെറ്റായി. P1, P2. അപ്പോൾ P2 പോകേണ്ട കാര്യമില്ല. നമുക്ക് P0 മാത്രം, P0യും P1 സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ P0 സെറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ പഴയ കണക്ക് വാല്യൂ കാണിക്കാൻ തുടങ്ങും. ഇതാണ് സെൻസർ. ഈ സെൻസർ എത്രയാണ് ഈ ഏരിയയിലെ ചൂട്, അതിനനുസരിച്ചാണ്, ഈ സെൻസറിൻ്റെ അനുസരിച്ചാണ് ഇവിടുത്തെ വാല്യൂ ഈ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 3 ബട്ടൺ, സെറ്റ് ബട്ടൺ, പ്ലസ്, മൈനസ്. അപ്പോൾ സെറ്റിൽ നമ്മൾ ആദ്യം ഇവിടുത്തെ എത്രയിലാണ് നമുക്ക് ബൾബ് ഓഫ് ആവേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യണം. പിന്നെ P0 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹോട്ടാണോ കോൾഡാണോ എന്നുള്ളത് സെറ്റ് ചെയ്യണം. പിന്നെ P1 എടുത്തിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ബൾബ് കത്തണം എന്നത് സെറ്റ് ചെയ്യണം. ഇത് 3 സെറ്റിംഗ് മാത്രമേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വയറിൻ്റെ കണക്ഷനും ബൾബും എല്ലാം കൂടെ കൊടുത്തുകൊണ്ട് ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഡെമോ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കവറിനകത്ത് സെറ്റ് ചെയ്യുന്നതാണ്, നമ്മളെ കാർട്ടൂണിനകത്ത് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡെമോ ഒന്ന് കാണാം. ഇനി ഞാനിത് സെറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബൾബ് ഞാൻ ഒരു 40 വോൾട്ടിൻ്റെ ബൾബ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഈ വയറിൻ്റെ ഒരു തല 2 വയർ തങ്ങളിൽ മുറിച്ചിട്ട് അതിന് ഇവിടെ കൊടുക്കുന്നു. റിലേയുടെ ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ബൾബിൻ്റെ ഒരു എൻഡും നമ്മൾ AC കൊടുക്കുന്ന, അതായത് കറണ്ടിൽ നേരിട്ട് കൊടുക്കുന്ന ഉപകരണങ്ങളിൽ നമുക്ക് ഒരുമിച്ചങ്ങ് കണക്ട് ചെയ്യാം. ഇത് ഞാൻ കറണ്ടിൽ കൊടുക്കുകയാണ്. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ
തെർമോസ്റ്റാറ്റ് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് കാണാം. ഇതിൽ 32.2 നമ്മളിപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ. ഞാൻ ഈ ബൾബിലൊന്ന് വെക്കുകയാണ്. ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇവിടെ റേഷ്യോ മാറുന്ന കാണാം. 34.2 അത് കൂടിക്കൂടി വരുന്നതുണ്ടോ. ഇത് 37.5 ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് 37.5 ഹോട്ടാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അപ്പോൾ ഈ ചൂട് കൂടാനായിട്ടാണ് ഇതിൻ്റെ ഈ സെൻസറിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ചൂട് കൊടുക്കുന്നത്. ഇങ്ങനെ മുട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ കയറും. 37.8 പെട്ടെന്ന് ടെമ്പറേച്ചർ കയറി. ആ ടെമ്പറേച്ചർ കൂടിയത് കൊണ്ടാണ് അങ്ങനെ 39.2 വരെ കാണിക്കുന്നത്. അത് കാര്യമാക്കണ്ട. അത് 37. ഇനി തണുക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ 37.6 37.5 4 ഞാൻ 6 പോയിൻറ്റിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ 36.8 ആകുമ്പോൾ ഇത് വീണ്ടും ഓണായി. വീണ്ടും ടെമ്പറേച്ചർ നമ്മൾ കൂടുന്നതനുസരിച്ച് ഇത് ഓണാവും. ഇതാണ് ഇൻക്യുബേറ്റർ. ഇതിനകത്ത് ഏതാണ്ട് വലിയ മുട്ട 70 എണ്ണം വരെ നമുക്ക് ഇതിനകത്ത് വിരിക്കാൻ പറ്റും. ഞാനത് നേരത്തെ ഒരു തവണ ഇതിൽ നിന്ന് മുട്ട വിരിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ബോക്സ് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ കരിങ്കോഴിയുടെ 8 മുട്ടയാണ് ഇതിനകത്ത് വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ ബോക്സ് ഉണ്ടാക്കിയേക്കുന്നത് ഈ സ്പോഞ്ചാണിത്. 1 ഇഞ്ച് കനമുള്ള സ്പോഞ്ച് എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാനിതിനെ കാർട്ടൂണിനകത്ത് ഒട്ടിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് തെർമോക്കോൾ ഇറക്കാനും ഇതിനകത്ത് ഒട്ടിക്കാവുന്ന കറക്റ്റ് കട്ട് ചെയ്തിറക്കി വെച്ചാൽ മാത്രം മതി. ഇതിനകത്ത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് പൊക്കിയാണ് മുട്ട വയ്ക്കുന്നത്. അതല്ല നിങ്ങൾക്ക് വുഡിൻ്റെ ചീളിട്ടിട്ട് അതിനകത്ത് മുട്ട വെച്ചും വിരിയിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ആ മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് വുഡ് ഒരു നെറ്റ് ഉണ്ടാക്കിയിട്ട് തടിക്കകത്ത് അടിച്ച് അതിനെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മുട്ട വെച്ച് വിരിയിക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും, കണ്ടല്ലോ. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഹ്യൂമിഡിറ്റി നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെള്ളം വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള ട്രേക്കകത്ത് വെള്ളം എടുത്തുകൊണ്ട് സ്പോഞ്ചിനകത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ നമുക്ക് വെള്ളം ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കോഴി കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ വീണ് ചാവുന്നത് ഒഴിവാകുന്നത്. ഇത് നല്ലൊരു ടെക്നിക്കാണ്. ഞാൻ ഇങ്ങനെയാണ് നേരത്തെ മുട്ട വിരിയിച്ചത്. അതുകൊണ്ട് കൊള്ളാവുന്നതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് കാണിച്ചിരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് മൊത്തം നേരത്തെ കാണിച്ച് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് കട്ടിട്ട് കാണിച്ചു തരാം. ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. ഇതിൽ മോട്ടറിൻ്റെ ഇവിടെ ഹോളിലിട്ട് ഞാനിവിടെ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ടാഗ് ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. വീൽ കപ്പ് സെറ്റ് ചെയ്യുന്ന ടാഗ് അത് കിട്ടാൻ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാൻ പാട് കരുതി ഞാനതിവിടെ ഇങ്ങനെ ഇതിനകത്ത് വയർ വഴി സെറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ നമ്മുടെ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഹോൾഡർ സെറ്റ് ചെയ്യുന്നതാണ്. ഹോൾഡർ ഞാൻ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിനകത്ത് സെറ്റായി. ഇനി നമുക്ക് ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഈ ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്യണം. അതിന് ഞാൻ കെട്ടുകയാണ്. ഇത് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സാധനമാണ്. ഇതിന് നമുക്കൊരു ഹോളിട്ട് ഇതിന് ആ ഭാഗത്ത് ഇനി നമ്മൾ മുട്ട വെക്കുകയാണ്. മുട്ട വെക്കുമ്പോഴത്തേക്ക് മാർക്ക് ചെയ്യണം. രാവിലെയും വൈകുന്നേരം നമുക്ക് തിരിച്ചും മറിച്ചും വെക്കുന്നതിന് വേണ്ടിയിട്ട് 1 എന്നും 2 എന്നും മാർക്ക് ചെയ്ത് വെക്കുകയാണ് എല്ലാ മുട്ടയിലും. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പൂങ്കോഴി കൂടെയുള്ള മുട്ടയാണ് എടുക്കാനുള്ളത്. എങ്കിൽ മാത്രമേ നല്ലതുപോലെ വിരിയത്തുള്ളൂ.
മുട്ടയെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ഞാനിത് കവറ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കവർ അടയ്ക്കാൻ തന്നെ ഞാനൊരു കാർട്ടൂൺ വെച്ച് തന്നെ ഒരു ഓപ്പൺ ഉണ്ടാക്കിയാണ് കവർ അടയ്ക്കുന്നത്. അങ്ങനെ ഓപ്പൺ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് അടയ്ക്കുമ്പോഴത്തേക്ക് അകത്തുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസും കൂടെ വെച്ച് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മുട്ട വിരിയുന്നതും കുഞ്ഞ് പുറത്ത് വരുന്നതും എല്ലാം നമുക്ക് നല്ലപോലെ കാണാനും പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് വിരിഞ്ഞ് ഇത് ഒരാഴ്ചയായതാണ്. നിങ്ങൾ കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഒരു ചെറിയ ചൂട് കൊടുക്കണം. ആ ചൂട് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ബൾബ്, ഒരു 40 വാട്ട്സിൻ്റെ ബൾബ് കത്തിച്ച് നമ്മൾ ഇട്ടേക്കണം. അത് അങ്ങനെ ചൂട് കിട്ടിയെങ്കിൽ മാത്രമേ അത് നല്ല ആരോഗ്യത്തോടെ വളരത്തുള്ളൂ. നമുക്കിതിൻ്റെ ആണിനെയും പെണ്ണിനെയും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഇതിൻ്റെ ചിറക് നോക്കുകയാണ്. ഇതിൻ്റെ തൂവൽ കണ്ടോ, ഇവിടെയും ഇവിടെയും തൂവലുണ്ട്. അപ്പോൾ ഇത് പെൺകുഞ്ഞാണ്, ഇത് പെണ്ണാണ്. അടുത്ത ആളിനെ നമ്മൾ നോക്കുകയാണ്. ഇതിന് തൂവൽ കുറവാണ് കണ്ടോ, ഇതിനിവിടെ തൂവൽ കുറവാണ്. ഇതാണാണ്. നമുക്കിതിനെ ഇവിടെ നോക്കാം. ഇതിന് തൂവൽ ശരിക്കുമുണ്ട്. ഇത് പെണ്ണാണ്. ഇത് നമുക്ക് ഒരാഴ്ച പ്രായമായ കോഴിയാണ്. ഞാൻ വിരിയിച്ച ഒരാഴ്ച പ്രായമായ കോഴിയാണ്. അതിൽ 3 എണ്ണത്തിന് വിരിഞ്ഞു. അതിൽ ഒരു 2 പെണ്ണും 1 ആണും ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്ന മെത്തേഡ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാതെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ഞാൻ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.